ജിതിൻ ജയന്തൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ആഷ്മി. അതായത് രാവിലത്തെ ആവേശം ഇപ്പോൾ കാണാനില്ലല്ലോ. SKN ജയിക്കുന്നവരുടെ കൂടെയാണല്ലോ ഇപ്പോഴും. അത് തന്നെ 100% ജയിക്കുന്നവരുടെ കൂടെ തന്നെ. അതായത് ഇങ്ങനെ ലീഡൊക്കെ ഇങ്ങനെ വന്ന് നമുക്ക് തന്നെ ഒരു ആവേശമൊക്കെ കത്തി കയറുകയായിരുന്നു. പിന്നീട് ഒരിടത്ത് പോയി അങ്ങ് കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യേ എന്ന് കന്നൽ മിഴി ഒട്ട് നടന്നുമില്ല. അവിടെ തന്നെ നിൽക്കുക. അങ്ങനെ തടഞ്ഞു നിൽക്കുന്നത് കാരണം നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല, മുന്നോട്ട് പോയേ പറ്റൂ. അവിടെയാണ് ജയറാം രമേശിന്റെ വാക്കുകളൊക്കെ നമ്മൾ എടുത്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹരിയാനയിൽ 90 സീറ്റുകൾ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 49 സീറ്റിലും BJP ലീഡ് ചെയ്യുന്നു എന്നാണ് വാർത്ത. ഇപ്പോൾ കോൺഗ്രസ് 35 INLD 2 സ്ഥലത്തും മറ്റുള്ളവർ 4 സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സംഭവം കുറച്ചു നേരമായിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് പോയാൽ അവിടെ 54 ഇടത്ത് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു, BJP 27 ഇടത്തും. അവിടെ ആകെ തെരഞ്ഞെടുപ്പ് നടന്ന 90 മണ്ഡലങ്ങളിലേക്കാണ് നിങ്ങൾക്കറിയാം 2 സ്ഥലത്തും 90 സീറ്റുകൾ വീതമാണുള്ളത്. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ തീർച്ചയായിട്ടും 5 നോമിനികളെ നിയമസഭയിലേക്ക് അയക്കാൻ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യം കൂടി പരിഗണിക്കുക. വോട്ടവകാശമുള്ള അംഗങ്ങളെ തന്നെ നോമിനേറ്റ് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ 54 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് സേഫാണ് അല്ലേ? ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം ഓൾമോസ്റ്റ് സേഫ് ആണ്, ഓൾമോസ്റ്റ് ഡൺ ആണെന്ന് പറയാം. എന്നാൽ ഈ 27 BJP ലഫ്റ്റനന്റ് ഗവർണർ BJP കൊടുത്തേക്കാമാന്ന് 5 സീറ്റുകൾ കൂടി ചേർന്നാലും അതിനെ മറികടക്കാൻ എന്തായാലും കഴിയില്ല. ഇനി മറ്റുള്ളവരെല്ലാവരും ചേർത്താലും 54 എന്നുള്ളത് വളരെ സേഫാണ്. ജമ്മു കാശ്മീർ ഓക്കെ ആവുന്നു. പക്ഷേ ഹരിയാനയിലെ പ്രശ്നം, ഹരിയാനയിൽ കഴിഞ്ഞ കുറേയധികം സമയമായി 49-35 എന്ന് പറഞ്ഞ് ഈ കണക്കിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ കാര്യമായ അപ്ഡേഷൻ ഉണ്ടാവുന്നില്ല. അതിലാണ് കോൺഗ്രസിന്റെ പരാതി. ഒരു യൂട്യൂബ് സന്ദേശം പറഞ്ഞിരിക്കുന്നത് മയിൽക്കുറ്റി പോലെ 49 നിൽക്കുകയാണല്ലോ. മയിൽക്കുറ്റി പോലെ അനങ്ങാത്ത കുറ്റി പോലെ അങ്ങനെ നിൽക്കുകയാണ് ആ കുറ്റി. അത് അത് കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ആ കുറ്റി അങ്ങനെ കുറ്റി അടിച്ച പോലെ നിൽപ്പാണ്. അതുകൊണ്ടാണ് ജയറാം രമേശ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കുറ്റി എന്ന് ചോദിക്കുന്നത്. സുരേഷ് ജനാർദ്ദനപിള്ളയ്ക്ക് അറിയേണ്ടത് ജമ്മു കാശ്മീരിലെ കോൺഗ്രസിന് മാത്രമായിട്ട് എത്ര സീറ്റുണ്ട് ഒരു ചെക്കിന് നമ്മളത് അന്വേഷിച്ചേക്കാം. സെൻട്രൽ ന്യൂസ് ഡെസ്ക് പ്ലീസ് ചെക്ക്. അപ്പൊ അല്ലെ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ പറയാം. 7 കോൺഗ്രസിന് 7 സീറ്റ് എന്ന് നമ്മുടെ ഡെസ്കിൽ നിന്ന് തനീഷ് തമ്പി അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ 7 സീറ്റുകളാണ്. ഇവിടെ അവിടെ കോൺഗ്രസ് ജയറാം രമേശ് ഇലക്ഷൻ കമ്മീഷൻ പരാതിയൊക്കെ കൊടുത്ത് മയിൽക്കുറ്റി പോലെ നിൽക്കുന്നു പറയുമ്പോഴും അവിടെ ഹരിയാനയിലെ BJP നേതൃത്വം എന്താണ് അവിടെ പ്രധാൻ കൃഷൻ പാൽ ഗുർജാൽ എന്ന് പറഞ്ഞാൽ അവിടെ പോയി മനോഹർലാൽ ഖട്ടറിനെ കാണാൻ പോകുന്നു. BJP നേതാക്കളുടെ യോഗം വിളിക്കുന്നു, അവരുടെ ഭാരവാഹി യോഗം വിളിക്കുന്നു, MLA-മാരുടെ യോഗം വിളിക്കുന്നു. അങ്ങനെ BJP ഒരു സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് തന്നെ ഹരിയാനയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്നുകൂടി വിവരം വരുന്നുണ്ട്. മനോഹർലാൽ ഖട്ടാർ, മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന്റെ വസതിയിൽ BJP നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് BJP മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ റിസൾട്ട് വരുന്നില്ല, റിസൾട്ടിന് അപ്ഡേഷൻ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ സത്യമാണ്. ജയറാം രമേശ് അത് പറയുന്നുണ്ട്. അത് ജയറാം രമേശ് പറയുന്നത് രാഷ്ട്രീയമാണെന്ന് നമ്മൾ ആരോട് ഉന്നയിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ജയറാം രമേശ് പറയുന്ന മട്ടിൽ ഇത്തരത്തിൽ റിസൾട്ട് കാര്യമായ അപ്ഡേഷൻ കഴിഞ്ഞ 1.5 മണിക്കൂറായി ആ വെബ്സൈറ്റിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതങ്ങനെ നിൽക്കുകയാണ്. അതിന് എപ്പോൾ വരുമെന്ന് അറിയില്ല. SKN വരുമ്പോൾ എല്ലാം കൂടെ ചറപറ വരുമെന്ന് അറിഞ്ഞുകൂടാ. ഇനി വരുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് റിസൾട്ടുകളെല്ലാം കൂടി ഒന്നിച്ചു വന്ന് എന്താണ് ഹരിയാനയിൽ നടക്കുന്നതെന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് റിസൾട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ജമ്മു കാശ്മീരിലെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്ന് നമുക്കറിയണം അല്ലെ? എന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ കട അടയ്ക്കാൻ. തെരഞ്ഞെടുപ്പിന്റെ കട അല്ല, സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിരിക്കുക. ഹരിയാനയിൽ പക്ഷേ സ്നേഹത്തിന്റെ കട തുറന്നില്ല. അധികം രാഹുൽ ഗാന്ധി തോന്നുന്നു റിസൾട്ട് ഇതാണെങ്കിൽ. ഇനി അതല്ല, ഇനി ഇതിനപ്പുറം റിസൾട്ട് വരാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജയറാം രമേശും അവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ വളരെ കോൺഫിഡൻസോടെ പറയുന്നത് ഇത് യഥാർത്ഥ റിസൾട്ട് ഇതല്ല, യഥാർത്ഥ ട്രെൻഡ് ഇതല്ല. ഈ ട്രെൻഡ് ഇലക്ഷൻ കമ്മീഷൻ കണക്ട് അപ്ഡേറ്റഡ് ആവാത്തത് കാരണം അവർ മറച്ചു വെക്കുകയാണെന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷന് ജയറാം രമേശ് ഒരു രേഖാമൂലം പരാതി, അർജന്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ് രേഖാമൂലം പരാതി കൊടുക്കുന്നു. ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി ഒരു റിപ്ലൈ, ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. റിപ്ലൈ വരുന്നില്ല എന്ന് മാത്രമല്ല, ആ വെബ്സൈറ്റ് ഇപ്പോഴും ആ കല്ലിന് കാറ്റ് പിടിച്ച മട്ടിൽ മയിൽക്കുറ്റി കണക്കെ അനങ്ങാതിരിക്കുകയാണ് ആ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ്. ഷൈനു ജയൻ പറയുന്നു
ചിലക്കാൻ്റെ പൊടി BJP തന്നെ വരും. ഇപ്പൊ ആളിന്റെ രാഷ്ട്രീയം മനസ്സിലായല്ലോ, ആള് BJP-കാരനാണ്. ജമ്മു കാശ്മീരിലെ ഫൈനൽ ടാലി ഇപ്പോൾ വന്നത് ഇന്ത്യ സഖ്യം 54 മുന്നിട്ടിരിക്കുന്നത്. BJP 27 PDP 3 മറ്റുള്ളവർ 6 ഹരിയാനയിൽ ഏറ്റവും ഒടുവിൽ BJP 49 ലീഡ് ചെയ്യുന്നു. അതുപോലെ എത്രയാണ് കോൺഗ്രസ് 35, INLD 2, അതേഴ്സ് 4, 49, 35, 2, 4. ഇതാണ് ഹരിയാനയിലെയും കശ്മീരിലെയും ഒടുവിൽ വരുന്ന ടാലി. BJP ഹരിയാനയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഒമർ അബ്ദുള്ള തന്നെ പുതിയ കശ്മീരിന്റെ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. നാഷണൽ കോൺഫറൻസിന് തന്നെ ഏതാണ്ട് 40-ലധികം സീറ്റുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് അടുത്ത സീറ്റുകൾ NCക്ക് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നമ്മുടെ EK ജോണിക്ക് ഒരു കാര്യം അറിയണം. ചണ്ഡീഗഡിലേക്ക് പോയ KC വേണുഗോപാൽ എവിടെ വരെയായി? ചണ്ഡീഗഡിലേക്ക് പോയ KC വേണുഗോപാൽ ചണ്ഡീഗഡിൽ എത്തിയോ ഡൽഹിയിലേക്ക് മടങ്ങിയോ എന്ന് അറിയില്ല. നമുക്ക് അന്വേഷിക്കാം. KC വേണുഗോപാലെ ഒന്ന് ഡയൽ ചെയ്ത് നോക്കൂ. കാര്യം ഈ ജയറാം രമേശിന്റെ പരാതി അദ്ദേഹത്തിനുണ്ടോന്ന് അറിയണോ? പ്ലീസ് ഡയൽ Please connect me to KC വേണുഗോപാൽ. SKN പറഞ്ഞു പറയണം. അപ്പോൾ ഉറപ്പായും KC സംസാരിക്കും. കേരളത്തിലെ പുതിയ ഇന്റലിജൻസ് മേധാവിയായി P വിജയനെ നിയമിച്ചു എന്നൊരു തീരുമാനം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്റലിജൻസ് മേധാവി P വിജയൻ, അതായത് മനോജ് എബ്രഹാം അങ്ങോട്ട് പോയി. പകരം P വിജയൻ. അദ്ദേഹത്തിന് കാര്യമായ പോസ്റ്റുകൾ നേരത്തെ കൊടുക്കാതിരുന്നത് ചർച്ചയൊക്കെ ആയതാണ്. പോലീസിനകത്തെ എലത്തൂർ സമയത്ത് ഷാരൂഖ് സൈഫിയുടെ സമയത്ത് അദ്ദേഹത്തെ വെറുതെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള ആരോപണമൊക്കെ കേട്ടതാണ്. അദ്ദേഹത്തിന് ഒരു പ്രധാന പോസ്റ്റ് കിട്ടുന്നു. നല്ല കാര്യം. ഏത് ഇറക്കത്തിനും ഒരു കയറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമാണ്. ഒരു കുഴിയുണ്ട് എന്ന് പറയുന്ന പോലെ വല്ലാത്ത കുഴി, വല്ലാത്ത കുണ്ട്, അനക്കമില്ലാത്ത തെരഞ്ഞെടുപ്പ് സംരക്ഷണത്തിന് ഇതുപോലൊരു കുഴിയിൽ നമ്മൾ വീട്ടില്ല. പെട്ട് നിൽക്കാം നമ്മുടെ പ്രേക്ഷകർ കരഞ്ഞോണ്ടിരിക്കും എന്ന് വിളിക്കാൻ മാത്രമേ അതേ നിവൃത്തിയുള്ളൂ. നമ്മൾ ആ കുണ്ടിൽ പെട്ട് നിൽക്കുകയാണ്. അനക്കമില്ല. ഇപ്പൊ മനസ്സിലായി. മാപ്രയ്ക്കും ഒരു ദിവസം എവര് മാപ്രാസേ പറയുന്ന പോലെ മാപ്രയ്ക്ക് ഒരു ദിവസം എന്തായാലും വന്നു. ഈ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1-2 മണിക്കൂറായിട്ട് ഈ പരുവത്തിൽ BJP ആഘോഷമാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടാണോ ഇപ്പൊ പെട്ടെന്ന് ഒരു സെലിബ്രേഷൻ അറിയില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെന്റുകൾ ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അവിടെ BJP ആസ്ഥാനത്ത് ഒരു ആഘോഷമുണ്ട്. അവിടെ 46 സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത്. 49 ലീഡ് ഉണ്ട് BJPക്ക്. അപ്പോൾ അവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ സൈനിയുടെ വീട്ടിലും ആഘോഷം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ മനോഹർലാൽ ഖട്ടറിനെ പോയി കാണുന്നുണ്ട്. അവിടെ ചില നിർണായക രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും BJP അവിടെ സർക്കാർ രൂപീകരണം എന്ന നിലയ്ക്ക് തന്നെ ചർച്ചകളുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോഴും കോൺഗ്രസ് പറയുന്നത് ഈ പറഞ്ഞ കണക്കുകൾ പുറത്തേക്ക് വരുന്നില്ല എന്ന പരാതിയുമായി കോൺഗ്രസും നിൽക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് അവിടെ കൃത്യമായ കണക്കുകൾ എന്ന് പറഞ്ഞാൽ BJPക്ക് അവിടെ കൃത്യമായ ചില സൂചനകളുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് BJP ആസ്ഥാനത്തേക്ക് പോകുമെന്ന് പറയുന്നതിന് കാരണം ഉറപ്പായും ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ സൂചനകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ സൂചനകൾ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആവുന്നില്ല എന്നുള്ളത് BJPക്ക് ആ സൂചനകൾ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉറപ്പായും 46 എന്നുള്ളതിൽ നിന്ന് തുടർച്ചയായ 3-ാം വട്ടം BJP 49 സീറ്റുകളുമായി വീണ്ടും അധികാരത്തിലേക്ക് എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 1-1.5 മണിക്കൂറായി നമുക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. അത് മാറണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപ്ഡേഷൻ വരണം. അപ്ഡേഷൻ വരുന്നില്ല. എന്തായാലും നിലവിലുള്ള സൂചന പ്രകാരം BJP 3-ാം ഘട്ടം അധികാരത്തിലേക്ക് വരുന്നു. ഈ പറയുന്ന എല്ലാ മേഖലകളിലും എന്ന് പറയുമ്പോൾ പോലും 19 റൗണ്ടുള്ള നിയോജക മണ്ഡലത്തിലൊക്കെ 7 റൗണ്ടൊക്കെ KC വേണുഗോപാൽ ഫോൺ കൊടുക്കുന്നില്ല. നമ്മൾ വിചാരിച്ചു KC വേണുഗോപാലിനോട് തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിക്കാമെന്ന്. അതുപോലെ റൈഡേഴ്സ് ടിവിയിൽ നിന്നൊരു സംശയം ചോദിക്കുന്നു വിജയകുമാർ. ഈ മാപ്ര എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകൻ എന്നല്ലേ? അങ്ങനെയും പറയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അങ്ങനെയും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.